ഹലോ, ഞാൻ ലിപിൻ. അപ്പൊ ഞാനിന്ന് ദിലീപിന്റെ പടമായ പ്രിൻസ് ആൻഡ് ഫാമിലി പടം കണ്ടു. ഒരു ഗംഭീര ഒരു പടം, ഒരു കോമഡി പടം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ബിൻഡോ സ്റ്റീഫൻ എന്ന് പറഞ്ഞ ഒരാള്. അതേപോലെ തന്നെ ഈ പടം പ്രൊഡ്യൂസ് ചെയ്തത് ലിസ്റ്റിൻ സ്റ്റീഫൻ. ഇവര് തമ്മിൽ ബന്ധുക്കളാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ ഈ പടത്തിന്റെ കഥ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഷാരിസ് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു പുള്ളി. എന്തായാലും പടം ഒരു ഗംഭീര ഒരു ഫാമിലി പടം അങ്ങനെ വേണം പറയാൻ. പിന്നെ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് ഒക്കെ സമയം പോയതേ അറിഞ്ഞില്ല. അത് നല്ല രസമായിട്ട് ഇപ്പൊ സിദ്ദിഖിന്റെ അതായത് മെയിനായിട്ട് കഥ പറയുന്നത് ഒരു കുടുംബത്തിലെ കുറച്ച് അംഗങ്ങൾ കൂടുന്നതും കാര്യങ്ങളൊക്കെയാണ് ഇത് പടത്തിൽ മെയിനായിട്ടും വന്നത്. അപ്പൊ അതൊക്കെ രസമായിട്ട് ഫസ്റ്റ് ഹാഫ് നല്ല നല്ല രസമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതായത് ഒരു തരം ലാഗോ കാര്യങ്ങളൊന്നും ഫസ്റ്റ് ഹാഫിൽ ഫീൽ ചെയ്തില്ല. ഫസ്റ്റ് ഹാഫിലല്ല, പടത്തിൽ മൊത്തത്തിൽ ഫീൽ ചെയ്തല്ല. നല്ലൊരു കോമഡി പടം, ഫാമിലിക്ക് ധൈര്യമായിട്ട് കയറാവുന്ന ഒരു പടം. പിന്നെ സിദ്ദിഖ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ധ്യാൻ ഫസ്റ്റ് ഹാഫിൽ മാത്രമേ ഈ പടത്തില് ഒന്ന് രണ്ട് ഡയലോഗ് കണ്ടുണ്ട് പുള്ളിക്ക്. അല്ലാണ്ട് വലിയ റോളായിട്ടുള്ള ഒരു പടം ഒരു ക്യാരക്ടർ അല്ല പുള്ളിയുടെ. എന്തായാലും കുഴപ്പമില്ല. അതായത് ധ്യാനിന്റെ പടങ്ങൾ എല്ലാവർക്കും അറിയാലോ. പുള്ളി ചെയ്യുന്നത് മൊത്തം ഈ അല്ല എല്ലാ പടങ്ങളും ചെയ്യുന്നതാണ്. ആ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോ ഇതും അങ്ങനെ റോളായിട്ട് വരും. പിന്നെ നായിക റോളും അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല, ചെറിയൊരു വേഷം. പിന്നെ സിദ്ദിഖിന്റെ ഭാര്യയായിട്ട് അയ്യോ ബിന്ദു പണിക്കർ, പേര് മറന്നുപോയി. ബിന്ദു പണിക്കറും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അഭിനയിച്ച എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ്, അതായത് ഫസ്റ്റ് ഹാഫിന്റെ ഇന്റർവെൽ എടുക്കുമ്പോഴേക്കും ഈ പടത്തില് ട്വിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ട്വിസ്റ്റ് അല്ല, ഈ പടത്തിന്റെ കഥ തുടങ്ങുന്നത് അവിടെ നിന്ന് തന്നെയാ. അതായത് സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗിക്കണ ഒരു ഇതൊക്കെയാണ് ഇതിൽ കൂടുതലും പറയുന്നത്. അപ്പൊ അതൊക്കെ രസമായിട്ട് ഫാമിലിക്കൊക്കെ ധൈര്യമായിട്ട് കാണാവുന്ന. പിന്നെ അങ്ങനെയാണ്. പിന്നെ ഇമോഷണൽ സീൻസ് കുറച്ച് സെക്കൻഡ് ഹാഫിൽ നല്ലോണം കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ടുണ്ട്. അയ്യോ ആ നടിയുടെ പേരും പറഞ്ഞില്ല. മറ്റേ കോമഡി സ്റ്റാർസ് പരിപാടിയിലൊക്കെ വരാറുള്ളല്ലേ. കോമഡി സ്റ്റാർസ് അല്ല, ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി. മഞ്ജുപിള്ള ഗംഭീരായിട്ട് പുള്ളിക്കാരത്തി റോൾ ചെയ്തിട്ടുണ്ട്. അത് ഇമോഷണൽ സീൻസ് ഒക്കെ പുള്ളിക്കാരത്തി എന്ത് കിട്ടുമായിട്ട് ചെയ്തേക്കണേ. അതേപോലെ തന്നെ ഉർവശിയും ഇതില് ക്ലൈമാക്സിൽ നല്ല രസമായിട്ട്, അതായത് ക്ലൈമാക്സിൽ ഒരു അല്ല അങ്ങനെ എന്തോ ഒരു ഇത്, അതായത് എന്താ റോളെന്ന് പറഞ്ഞൂടാ. റോളല്ല, ഒരു സർക്കാരിന്റെ ഒരു ഉദ്യോഗസ്ഥയായിട്ട് ഗംഭീരമായിട്ട്. അതിൽ ലാസ്റ്റ് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അതൊക്കെ തിയേറ്ററിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാവുന്ന ഒരു ഡയലോഗുകൾ, ആ സംഭവങ്ങളൊക്കെ അതെന്തായാലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതില് അശ്വിൻ എന്ന് പറഞ്ഞ പയ്യൻ, അതായത് കുറെ പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ മറ്റേ അശ്വിൻ ജോസ്, പുള്ളിക്കാരനും ഗംഭീരമായിട്ട് കോമഡിയാണ്. അതായത് കടയിലത്തെ ഒരു സ്റ്റാഫ് അങ്ങനത്തെ ഒരു രീതിയിൽ പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അഭിനയിച്ച എല്ലാവരും ഈ പടത്തില് ഒന്നിനൊന്ന് മെച്ചാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരാളുടെ പേര് ഞാൻ ഓർമ്മയി, അതായത് ജോണി ആന്റണി ദിലീപിന്റെ കൂടെ എന്റെ പൊന്നോ ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞ അഭിനയിച്ച എല്ലാവരും ഗംഭീരം. പിന്നെ പടത്തിന്റെ കഥ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫാമിലിക്ക് ധൈര്യമായിട്ട് കയറാവുന്ന ഒരു പടമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. അപ്പൊ എന്തായാലും മസ്റ്റ് വാച്ച് എന്നല്ല, എന്തായാലും തിയേറ്റർ വാച്ചബിൾ ആണ്. അത് ഫാമിലിക്കൊക്കെ ധൈര്യമായിട്ട് കാണാവുന്ന പടം. ശരി.